ഇടിപടങ്ങൾ കുറെ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അല്ലേ, പക്ഷെ ഇതൊരു ഇടിപ്പടം അല്ല, ഇതിലേ ഉള്ളൂ. പക്ഷേ ആ അഞ്ചക്കള്ളക്കൊക്കാൻ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് പറഞ്ഞാലും അതിന്റെ ഒരു രസം എന്ന് പറയുന്നത് എന്ത് ഫീലായിരുന്നറിയോ. ശരിക്കും അടിക്കും, അതാ ഭയങ്കര അതുകൊണ്ടാണ് ഇത്ര പഞ്ച് കിട്ടണേ. പഞ്ച് കിട്ടും. സത്യം പറഞ്ഞ എന്റെ സ്ഥാനത്ത് അബൂക്കാണ് നിന്നെ കൊന്നേ. കട്ട് പറഞ്ഞത് പിന്നെ അടുത്ത അടിയായിരുന്നു. ശരിക്കും നിങ്ങളുടെ ഒരു സിനിമ കരിയർ ഭയങ്കര രസമുള്ള ഒരു കരിയർ ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ തല്ലുമാലയിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ലുക്മാന് കിട്ടുന്നൊരു പവർ ഉണ്ടല്ലോ. അങ്ങനത്തെ തരത്തിലുള്ള പ്രൊജക്റ്റുകൾ അടുത്ത് ഒക്കെ വരുമായിരിക്കും അല്ലേ? ഇങ്ങനെ കുറച്ചുകൂടെ ഒരു മറ്റേ ഒരു തല്ലിന്റെ ലെവലിലുള്ള. ഇപ്പൊ കുറച്ച് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി ചെയ്തോണ്ടിരിക്കുക ടിക്കറ്റാക്കാന്ന് പറഞ്ഞ ഇവിടെ. അത് 24 മണിക്കൂർ റെഡിയാ. പക്ഷെ കുറച്ച് മാസ് പരിപാടിയാണ്. എല്ലാരും ഉണ്ട്, ആസിക്കാണ് ജയിലില്ല. കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോ ഡയറക്ടറെ അറസ്റ്റ് ചെയ്യും. അപ്പൊ അതാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വളയുടെ ഒരു ഫീല് ടോട്ടലി മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ മനസ്സിനകത്തൊരു ചെറിയ സങ്കടമൊക്കെ നിലനിൽക്കുമെങ്കിലും വളയുടെ ഒരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ അത്? എന്താ ഈ വള ഫീൽ ചെയ്തേക്കണേ? അല്ല, നമുക്ക് മ്യൂസിക് കേൾക്കാത്തോണ്ട് നമുക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മള് പടം പിന്നെ മ്യൂസിക് ഒന്നും ഇവര് നമ്മളെ കേൾപ്പിക്കൂലല്ലോ. നമ്മളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പിന്നെ പുറമ്പോക്കാണല്ലോ, പിന്നെ പ്രൊമോഷനാണ്. അതുകൊണ്ട് അത് കണ്ടിട്ട് വേണം. പ്രൊമോഷൻ എന്റെ കയ്യിലാണ് ഇരിക്കണേ. എന്റെ കയ്യിൽ ഞാൻ പ്രൊമോഷൻ രാജാവാണ്. അത് ഇന്നലെ ഇന്റർവ്യൂലൊക്കെ അണ്ണ ഇപ്പൊ വരും ചോദിച്ചു. അണ്ണ നാളെ വരും. ഞങ്ങള് തന്നെ പെട്ടി കിടക്കെടുത്ത് പോവാൻ തുടങ്ങിയത്. അപ്പൊ ധ്യാൻ വരുന്നു എന്ന് പറഞ്ഞു. എന്നറിയാം ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. കമ്പനി പൂട്ടിയ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ശരിക്കും ഫസ്റ്റ് പടം ധ്യാനുമായിട്ടിരിക്കുന്നത് ഉടലിന് മുമ്പ് സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു പ്രൊമോഷന്റെ ഒരു ലെവൽ തുടങ്ങുന്നത് അവിടെ മുതലാണ്. അന്ന് 1-2 ചാനലിൽ ശ്രദ്ധിക്കപ്പെടുന്നു. നമ്മൾ ബിഹൈൻഡ് വുഡ്സിലാണ് നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉടലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ധ്യാൻ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് പ്രൊമോഷന്റെ കാര്യത്തിൽ മാറുന്നത്. അത് കഴിഞ്ഞൊരു കുറേ കാലം പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇങ്ങനെ കൊണ്ടുപോയെങ്കിലും ഈ അടുത്ത് പേളിയുമായിട്ടുള്ളൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് വേറൊരു ധ്യാൻ ഉണ്ടായിരുന്നു. അത് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സത്യം പറഞ്ഞ ധ്യാനാണ് ആ ഇന്റർവ്യൂ. പക്ഷേ നമുക്ക് തോന്നും സ്വാഭാവികമായി വന്നതാണ്. അത് പ്രീ പ്ലാൻഡ് ആയിട്ട് ധ്യാന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആശയത്തെ അവിടെ കൊണ്ടുപോയി പറഞ്ഞതാണ് അല്ലേ? അങ്ങനെയല്ല, ഞാനത് ഒന്ന് സിംഗിൾ ഇന്റർവ്യൂസ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അപ്പൊ കലാപം ഉണ്ടാവും. വീണയൊക്കെ പിന്നെ ബഹിഷ്കരിക്കും നമ്മളെ. അതുകൊണ്ട് തന്നെ ഞാനപ്പം അത് സോഫി ചേച്ചിയും നമ്മൾ രണ്ടുപേരും കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ ഇന്റർവ്യൂ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പൊ എനിക്ക് ആക്ച്വലി ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ പേളിയാണല്ലോ, പേളിനെ പിന്നെ അറിയാം. പക്ഷെ അവിടെ പോയപ്പോഴാണ് പിന്നെ ലാസ്റ്റ് മിനിറ്റ് പിന്നെ ചേച്ചി ഉണ്ടാവില്ല എന്ന് പറയുന്നതും പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നു. അപ്പൊ പിന്നെ പേളിയുടെ ഒരു പരിപാടിയിലോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വഴിക്ക് കുത്തിക്കയറ്റി. ആ സമയത്ത് ഞാൻ ആലോചിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിലിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല അതിന് വേണ്ടിയിട്ടായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ കാണുന്നതും വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രം. പക്ഷെ ഓരോ ടൈമില് ധ്യാന്റെ ഇന്റർവ്യൂവിന് ചിലപ്പോൾ ഒരു താഴം പോവും എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഈ കണ്ടന്റ് ക്രിയേഷൻ ശരിക്കും പ്രൊമോഷന്റെ ഭാഗമാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഇത് സിനിമയുടെ ഭാഗമാണ്. നമ്മുടെ ഇന്റർവ്യൂ പോലും അല്ല, അത് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്ത. സിനിമ നന്നായാലും മാത്രമല്ല, എന്ത് കണ്ടന്റ് ഉണ്ടാക്കിയാലും അൾട്ടിമേറ്റ്ലി സിനിമ നന്നായില്ലെങ്കിൽ ആളുകൾ കയറില്ല. ഇല്ല. പിന്നെ അങ്ങനെ ചില സിനിമകൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, ഒരു പുഷ്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം പ്രിൻസിന് ഒരു പരിധി വരെ, പ്രിൻസ് ആൻഡ് ഫാമിലി ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് നമ്മൾ ആ സെലിബ്രേഷനും ആ പരിപാടിയൊക്കെ വെച്ച് അതിന്റെ നെക്സ്റ്റ് വീക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ എന്നോട് പറഞ്ഞ ആ വീക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ വന്നത് ഫസ്റ്റ് വീക്കിനേക്കാൾ. ചില രീതിയിൽ പ്രൊമോഷൻ ഒരു പരിധി വരെ പടം ആൾക്കാരിലേക്ക് അറിയിക്കാനാണല്ലോ ഇന്ന്. കാരണം ഒരാഴ്ച തന്നെ എനിക്ക് തോന്നുന്നു മെയ് ആ സമ്മർ സീസൺ കഴിഞ്ഞതിന് ശേഷം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണെങ്കിലും 10-40 സിനിമ ഇറങ്ങി. പക്ഷെ പല സിനിമകളും അറിയാതെ പോയി. നല്ലതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള സിനിമകൾ പലതും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല സിനിമകൾ. അപ്പം ഇത് നമുക്ക് ഇന്ന് ഈ മീഡിയം മാത്രമേ ഉള്ളൂ ആൾക്കാരെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനും സിനിമ എന്താണെന്ന് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് അറിയിക്കാൻ ഈ ഒരു ഇത്തരം പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷേ ചില സമയം ഇപ്പോൾ ധ്യാൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ധ്യാൻ വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പോലും ചില സമയത്ത് സംസാരിച്ചിട്ടുണ്ട്.
ഇതൊക്കെ ഓരോ സമയത്ത് ഓരോ ഹൈപ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ധ്യാൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിലിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അത് ഒരു ആർട്ടിസ്റ്റിനപ്പുറത്തേക്ക് ധ്യാൻ ഒരു വിലയുണ്ട്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിപരമായി ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളല്ല, നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ മാത്രമേ ഇത് ചർച്ച ചെയ്തിട്ടുള്ളൂ. വീട് എന്നെ കൊടുത്തിട്ടൊന്നും ചോദിക്കാതെ പോയായിരുന്നു. വേറെ അല്ല, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച് മനോരമയില് ഡിനുവായിട്ട് അത് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് വന്നപ്പോഴും, അല്ലാതെ നമ്മൾ ഇതുവരെ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ, കാരണം അതിനുശേഷം ഇതിന്റെ ഈ അബ്യൂസിനെതിരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പരിപാടിക്ക് വിളിച്ചു, അവര് തന്നെ വിളിച്ചു. പക്ഷെ അല്ലെങ്കിൽ പല ചാനലിൽ നിന്ന് വിളിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഒരു തവണ സംസാരിച്ചാൽ പിന്നെ അതിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി വീണ്ടും സംസാരിച്ച് ഒറ്റ തവണയേ ഉള്ളൂ. പക്ഷെ അല്ല, അതാത് സമയത്ത് ഇതേപോലെ ഇപ്പൊ പേളിയുടെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സമയത്ത് ഓരോ കണ്ടന്റ് ധ്യാനിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കണ്ടന്റിനപ്പുറം ഇതിനൊക്കെ ഒരു റെലവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്ന് ആ സമയത്ത് ആ കാര്യം പറയണമെന്ന് തോന്നി. അതെ, ഇന്നും റെലവെന്റ് ആണല്ലോ. ഇപ്പൊ നമ്മൾ പേപ്പർ വായി തുറന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ പറയുന്ന ഡ്രഗ് അബ്യൂസും അല്ലെങ്കിൽ അത് പിടിച്ചു ഇവിടെ പിടിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് ആ രീതിയിൽ റെലവെന്റ് ആണ്. ഒരു ഇതിൽ പറയുന്ന സബ്ജക്റ്റിനകത്ത് കുറെ ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഇവിടുത്തെ ബേസിക് ഡൗറി സിസ്റ്റം തൊട്ടിട്ട് നമുക്ക് എടുത്ത് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അല്ലേ, ഈ വള വെറുതെ വരില്ലല്ലോ. വള ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇതുപോലെ സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ അങ്ങനെ കിട്ടുന്നതാണല്ലോ. അങ്ങനെ കിട്ടുന്ന ഒരു വളയാണ് ഈ വളം. ഓക്കെ, അങ്ങനെയാണ് വള. സാധാരണ വളയല്ല എന്നുള്ളത് ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ഇതിന് അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്ലസ് ഈ പറഞ്ഞ ജലസി, മനുഷ്യന്മാർക്കിടയിലെ ഈഗോ, ഇതൊക്കെ ഇതിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ, ഇതിനെ ഒന്ന് ഡൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. രണ്ട് ആൾക്കാർക്കിടയിലുള്ള, എനിക്കും ഇവനും ഇടയിലുള്ള റിഫ്റ്റ് ഒക്കെ ഈ പറഞ്ഞ പോലത്തെ പ്യുവർ ഈഗോയിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു പരിധി, ഒരു പോയിന്റിന് ശേഷം. അപ്പോൾ അത്തരം ഹ്യൂമൻ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയും കൂടെ. പ്രൊവൈഡഡ് നമ്മളൊരു ചെറിയൊരു സാധനം, ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടാവുന്ന ഒരു കഥയ്ക്കപ്പുറം ഇപ്പം പൊന്മുട്ടയുടെ താറാവിൽ ഇതൊക്കെ ഉണ്ട്, നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതേ അക്കരെ എടുത്ത് നോക്കുമ്പോൾ ഒരു കിരീടത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതിനകത്തും രസങ്ങളുണ്ട്, തമാശകളുണ്ട് ഇതിനൊപ്പം. പക്ഷെ ഇതൊരു സീരിയസ് നോട്ട് നമ്മൾ പറഞ്ഞു പോകുന്നൊരു ഒരു എന്താ പറയണ്ടേ. പക്ഷെ അതോടൊപ്പം തന്നെ കുറേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യത്വം, ഇതൊക്കെ ഇത്തരം ഇമോഷൻസ് ഒക്കെ തന്നെ ഈ സിനിമയിൽ നമുക്കിങ്ങനെ കാണാം. ഇതൊക്കെ തന്നെയാണോ ശരിക്കും പടത്തിനകത്ത് ഉള്ളത്? അതെ, പഠിക്കണം.